ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഒരു പഴംപൊരി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതെങ്ങനെ എത്ര സോഫ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക, മറ്റ് ഇൻഗ്രീഡിയൻസും ചേർക്കാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൈദയാണ് എടുക്കുന്നത്. ഫസ്റ്റ് ആവശ്യത്തിനുള്ള മൈദ എടുക്കുക. എനിക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചുള്ള മൈദ എടുക്കുക. ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദ, 2 സ്പൂണ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2-3 സ്പൂൺ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഒരു കോഴിമുട്ട മുഴുവനായിട്ട് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ള്, അതായത് ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടേബിൾ ടീസ്പൂൺ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും മസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളെ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ. നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് അധികം ആയി പോകണ്ട. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ തന്നെ നല്ലോണം അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ നല്ലോണം കട്ടയെല്ലാം പോക്കി നല്ല അടിപൊളിയായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഒരു പാനോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയ ശേഷം ഓയിൽ വാർന്നെടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളെപ്പോഴും അപ്പങ്ങൾ പൊരിക്കാനൊക്കെ ഓയിൽ തന്നെയാണ് ബെസ്റ്റല്ല. സൺഫ്ലവർ അങ്ങനെ ഓയിലൊക്കെ ആണല്ലോ ബെസ്റ്റ്. വെളിച്ചെണ്ണയിൽ അങ്ങനെ ആരും പൊരിക്കത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് പഴം മുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ മുറിച്ചിടാൻ വേണ്ടി ശ്രമിക്കുക. ചെറുതാക്കുമ്പോൾ കുഞ്ഞി പഴംപൊരിയായി പോയാലോ, നീളമുള്ളതല്ല പഴംപൊരി എന്ന് പറയുന്നത്. അപ്പോൾ എന്താക്കുക, നമ്മളെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ പഴം മുറിച്ചിട്ട് വെച്ച പഴം നന്നായിട്ട് മാവിലേക്ക് മുക്കിയിട്ട് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ, കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും പുതിയ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരേക്കും ഇൻഷാ അല്ലാഹ് ബൈ ബൈ.